ഇപ്പോൾ റേറ്റിംഗ് വീഡിയോസ് അല്ലേ ട്രെൻഡ്. നമ്മൾക്കും പ്രഗ്നൻസിയിലെ ചില വിശ്വാസങ്ങളെ ഒന്ന് റേറ്റ് ചെയ്താലോ? പറയാലോ. 9ാം മാസത്തിൽ വീട്ടുപണി ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്ക് 7/10 കൊടുക്കാം. അതിൽ കുറച്ച് സയൻസ് ഉണ്ട്. അതായത് സ്ക്വാട്ടിംഗ് ആൻഡ് സൈഡ് വേസ് മൂവ്മെന്റ് പെൽവിക് മസിൽസ് എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഡോക്ടർ പറഞ്ഞു തന്ന എക്സസൈസസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആവശ്യമായ റെസ്റ്റ് എടുക്കുക. പക്ഷെ വീട്ടിലെ പണികൾ ചെയ്യുന്നതിന് യാതൊരു കോൺട്രാ ഇൻഡിക്കേഷൻസും ഇല്ല. പപ്പായ, പൈനാപ്പിൾ എന്ന വില്ലന്മാരെ കുറിച്ചോ? അത് നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു ചോദ്യമാണ് അല്ലെ. പച്ചപ്പപ്പായയിൽ മാത്രമാണ് കുറച്ചെങ്കിലും അബോർട്ടിഫിക്കേഷൻസ് ലാറ്റക്സും അങ്ങനെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് പച്ചപ്പപ്പായ നമ്മൾ ജനറലി അവോയ്ഡ് ചെയ്യും. പക്ഷെ അല്ലാതെ പഴുത്തതായ ഫ്രൂട്ട്സ് വളരെ നല്ലതാണ്. ബേബിയുടെ ഗ്രോത്തിനായാലും മെറ്റേണൽ ഗ്രോത്തിനായാലും ഫ്രൂട്ട്സ് കഴിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ബദാം, കാഷ്യൂനട്ട്സ്, വാൾനട്ട്സ് എന്നിവ കഴിക്കുന്നത്. ഫുൾ 10/10. ബേബിയുടെ ബ്രെയിൻ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് കാഷ്യൂനട്ട്സ്, വാൾനട്ട്സ് എന്നിവ. അമ്മയുടെ ഇമ്മ്യൂണിറ്റിക്കും വെയിറ്റ് ഗെയിനും ഒക്കെ നട്ട്സ് കഴിക്കുന്നതും നല്ലതാണ്. കുങ്കുമപ്പൂവ് കഴിച്ചാൽ വെളുത്തു തൊടുത്തിരിക്കും. നോട്ട് അറ്റ് ഓൾ. ദിസ് ഇസ് 2/10. ബേബിയുടെ കളർ എപ്പോഴും ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. ദാറ്റ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ജീൻസ് ഓഫ് ദ മദർ ആൻഡ് ദ ഫാദർ. എപ്പോഴും നമുക്ക് കുങ്കുമപ്പൂ കഴിച്ചാൽ ജസ്റ്റ് കുറച്ച് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവുന്നല്ലാതെ വേറെ യാതൊരു വിധ ഗുണങ്ങളും ഇല്ല. 5th മന്ത് തൊട്ട് വേണമെങ്കിൽ 4 സ്ട്രാൻഡ്സ് ഒക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഇറാനിന്നോ ഇറാഖിന്നോ ഏത് കുങ്കുമപ്പൂ കൊണ്ടുവന്നാലും ദർ ഇസ് നോ യൂസ് അറ്റ് ഓൾ. പ്രഗ്നൻസി പീരിയഡിൽ യാത്ര ചെയ്യാനേ പാടില്ല. നമുക്ക് അതിനൊരു 5/10 കൊടുക്കാം. പ്രഗ്നൻസി ഒരിക്കലും ഒരു അസുഖമല്ല. അതായത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം റെസ്റ്റ് എടുക്കുക, അതും ആദ്യത്തെ 3 മാസങ്ങളിൽ. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് ലോങ് വെക്കേഷൻസ് പോവാൻ ഏറ്റവും അനുയോജ്യമാണ്. ബട്ട് ഏത് ട്രാവൽ ആണെങ്കിലും ലോങ് ബംപി റോഡ്സ് അവോയ്ഡ് ചെയ്യുക. അതാണ് എപ്പോഴും ഏറ്റവും നല്ലത്.